നമസ്കാരം. കണ്ടോ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവരും ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം പറയണേ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നോ? നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എല്ലാവരും അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതിനു മുന്നേ എനിക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ട് നല്ലൊരു റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി പറഞ്ഞതിന് ശേഷം നമ്മളുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം അല്ലേ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാഷിയുടെ കയ്യിൽ രഹസ്യം എന്ന് പറയുന്ന പുസ്തകം ഉണ്ടെന്നും അത് അദ്ദേഹം വായിച്ചിട്ടുണ്ടെന്നുള്ളതും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗപ്രദമായിട്ട് അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ളതാണെന്നും അതിൽ നിർദ്ദേശങ്ങളെല്ലാം അതുപോലെ ചെയ്തതിൻ്റെ ഒരുപാട് നല്ല അനുഭവങ്ങളെപ്പറ്റി അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായി. പിന്നെ പറഞ്ഞ വേറൊരു കാര്യം, മാഷിൻ്റെ പരിചയത്തിലുള്ള ഒരു 4-5 പേരുടെ കയ്യിലെങ്കിലും ഈ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് ഉണ്ടെന്നും പക്ഷെ അവരൊക്കെ അത് അവിടെ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്നും അതല്ലാതെ അതിൻ്റെ ഒരു പേജോ 2 പേജോ അല്ലെങ്കിൽ ഒരു വരി പോലും വായിച്ചു നോക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം അത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ സീക്രട്ട് അല്ലേ, അതെൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ എത്ര പേരത് വായിച്ച് നോക്കിയിട്ടുണ്ടെന്നുള്ളതും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ചെയ്തു നോക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞാലേ അറിയുള്ളൂ അല്ലേ. അതാണ് ഞാനും മാഷും കൂടെ ഒന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം. അത് രഹസ്യമാണ്. രഹസ്യം എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ട് അതിലെ കാര്യങ്ങൾ ചെയ്തു നോക്കി എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയാത്തത് പോലും രഹസ്യമായിട്ട് വെക്കുന്നവരുണ്ട്, പരസ്യമായിട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ അതിൽ കാര്യങ്ങൾ എന്തുമാത്രം ഉപകാരപ്രദമായിട്ടുള്ളതാണെന്ന് ഞാൻ പറയണ പോലെ ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. എനിക്കത് വായിച്ചിട്ടും അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടും കിട്ടിയ അനുഭവങ്ങളും അതെന്തുകൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തൂടാ, അവർക്കും ഇത് ചെയ്തു നോക്കിക്കൂടെ, അവർക്കും ഇത് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണേ, ഇതൊക്കെ അവർക്ക് ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും എന്നൊരു ആശയത്തിൻ്റെ പുറത്താണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിൾ ആണ്, പിന്നെ ഒക്കെ ഉണ്ട് നമ്മുടെ മുന്നിൽ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിനെ പറ്റിയിട്ട് അറിയാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും. എന്നിട്ടും ആളുകൾ അതിലേക്ക് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഒത്തിരി വൈകിട്ട് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് കേട്ടിട്ട് അങ്ങനെ മറിഞ്ഞു പോയി പിന്നീട് കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് എത്തുന്നവരുണ്ട്. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അതെ, ഇത് മാത്രമല്ല, നമ്മൾക്ക് ആവശ്യമുള്ള സമയത്താണ് നമ്മുടെ കയ്യിലേക്ക് ഓരോന്നും എത്തിച്ചേരുകയുള്ളൂ. നമ്മൾ പറയില്ലേ എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട് എന്നുള്ളത്. അപ്പോൾ വളരെ മനോഹരമായിട്ടൊരു അഭിപ്രായം കിട്ടിയപ്പോൾ എനിക്കത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ മാഷിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. വിളിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ, അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിന് അതിലെ ശരി തെറ്റുകളും ഒക്കെ മാഷിന് പറയാനുള്ള കാര്യങ്ങൾ, മാഷ് വളരെ ആദ്യത്തെ വീഡിയോസ് കാണുമ്പോഴേ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭിപ്രായങ്ങളെ ഞാനും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നന്ദി ഞാൻ പ്രത്യേകം പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. തുല്യമല്ലാത്ത 2 ഭാഗങ്ങളായ മനസ്സിനെ നമ്മളിങ്ങനെ 2 കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങോട്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വൈദ്യശാസ്ത്രമൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതിനെ നമ്മൾ ബോധ മനസ്സെന്നും ഉപബോധ മനസ്സെന്നും പറയുന്നുണ്ട്. അത്ഭുതം എന്ന് പറയണം. ബോധ മനസ്സ് ഉപബോധ മനസ്സിൻ്റെ 10ൽ 1 മാത്രമാണ്. മനസ്സിൻ്റെ നാം എന്നും ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അതാണ് നമ്മുടെ ചിന്തയെയും സംസാരത്തെയും മറ്റുമൊക്കെ നിയന്ത്രിക്കുന്നത്. അതൊന്നും സൃഷ്ടിക്കുന്നില്ല. ഉപബോധ മനസ്സാണ് അതിൻ്റെ ജീവൻ. മനസ്സിൻ്റെ
10 9 അംശവും അല്ലെങ്കിൽ 9 ഭാഗവും ഉപബോധ മനസ്സാണ്, ഉപബോധമാണ്. ശക്തിമാനാകാനുള്ള നിങ്ങളുടെ കഴിവിനെ നിയന്ത്രിക്കുന്നത് അതാണ് കേട്ടോ. എന്നിട്ടും ഉപബോധ മനസ്സിൻ്റെ ഒരു ചെറു ശതമാനം മാത്രമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്, അല്ലേ? മനുഷ്യന്റെ മഹാസിദ്ധികളിൽ ഒന്നാണ് ഇത് എന്ന് എന്ന് പറയാണ്ട് ഇരിക്കാനും പറ്റില്ല. ഇതൊക്കെ നമുക്ക് അറിയാം, എന്നിട്ടാണ് നമ്മൾ ഇത്രമാത്രം നമ്മൾ അതിനെ പരിഗണിക്കുന്നത്, അല്ലേ? നമ്മളുടെയൊക്കെ ആജ്ഞയ്ക്ക്, അല്ലെ, ആജ്ഞാനുസരണം ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ? അത് നിങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അത് വിശ്വസ്തയോടെ രേഖപ്പെടുത്തി വെക്കുകയാണ് ചെയ്യുന്നതേ. നമുക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് അങ്ങോട്ട് വിശാലമാണ് അതിൻ്റെ പ്രവർത്തന മേഖല. നമ്മുടെയൊക്കെ ചിന്തകളുടെ അപ്പുറത്തേക്ക്, നമ്മൾ പറയില്ലേ ചിന്തയുടെ അങ്ങേ അറ്റത്ത് പോലും ഇല്ല എന്നൊക്കെ പറയുന്നത് ഇതാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അതങ്ങനെ പരന്ന് കിടക്കുകയാണ്, നമുക്ക് ഊഹിക്കാൻ പോലും പറ്റണില്ല. അതൊരിക്കലും ഉറങ്ങണമെന്നില്ല. പ്രത്യക്ഷത്തിൽ അസാധ്യമാണെന്ന് തോന്നുന്നവയെ അത് സാധ്യമാക്കി തരിക ചെയ്യുന്നത്. നമ്മൾ ഉപബോധ മനസ്സിനെ പറ്റിയിട്ട് ചിന്തിക്കാനോ പറയാനോ പഠിക്കാനോ അറിയാനോ ഒക്കെ നിന്നിട്ടുണ്ടെങ്കിലോ അതൊരു കടൽ പോലെയാണ്. കടൽ പോലെ നമ്മുടെ ചുറ്റിലും പ്രകൃതിയെ നിറഞ്ഞു കിടക്കുകയാണ്, അല്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് ഉത്തരം കിട്ടാത്ത, നമുക്ക് ചിന്തകളുടെ അടുത്തേക്ക് നമ്മൾ ചിന്തയിൽ പോലും കൊണ്ടുവരാത്ത ഒരുപാട് രഹസ്യങ്ങൾ നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ അതിനൊക്കെ ഇങ്ങനെ വളരെ കൗതുകത്തോട് കൂടിയിട്ട് അറിയാൻ ശ്രമിക്കാനേ പറ്റുള്ളൂ, അറിയാനും പറ്റില്ല. ഒരു ശ്രമം നടത്തുക. ഉപബോധ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കണം നമ്മൾ. ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം അതിനോട് കാര്യങ്ങൾ പറയുക എന്നതാണ് കേട്ടോ. ശരീരപ്രവർത്തനങ്ങളുടെ മേൽ നിയന്ത്രണം നേടുന്നതിന് നമ്മളുടെ യോഗീവര്യന്മാര്, അല്ലെ, ഋഷിവര്യന്മാര്, പിന്നെ സൂഫിവര്യന്മാര്, അതുപോലെ ഫക്കീറുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഉപബോധ മനസ്സിന്റെ ശക്തിയെയാണ്. അവരാർജിച്ച സിദ്ധികളെ കൊണ്ട് അവർക്ക് വളരെ അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനെ അത്ഭുതങ്ങളായിട്ട് കാണുന്നുണ്ടെങ്കിലും അവരുടെ ആ തപശക്തി കൊണ്ട് ഉണ്ടാവുന്ന അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ അതാണ് നമുക്ക് പ്രകടമായിട്ട് കാണിച്ചു തരുന്നതല്ല, നമ്മൾ കണ്ടെത്തുന്നതായിരിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, തളർച്ച കൂടാതെ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അവർ ഉപവസിക്കുന്നത്, അല്ല. ഇപ്പം അടുത്തും കൂടി ഞാൻ കഴിഞ്ഞ ഒരു 2 ദിവസം മുന്നേ കൂടെ ഫേസ്ബുക്കിൽ എങ്ങാണ്ടൊരു പോസ്റ്റ് കണ്ടു. എത്രയോ 10-70 വർഷങ്ങളോ എങ്ങാണ്ട് പിന്നെ ജലപാനമില്ലാതെ ഒരു വ്യക്തിയെ പറ്റിയിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഡോക്ടർമാരൊക്കെ പരീക്ഷണത്തിന് വിധേയനാക്കി എന്നാ കേൾക്കണേ. അപ്പം അതുപോലെ സാഹസികമായിട്ടും അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് പ്രകടനങ്ങൾ നടത്തുന്ന ഒരുപാട് യോഗീവര്യന്മാര്, സക്കീറുകൾ ഒക്കെ നമ്മളുടെ ചുറ്റിലും നമുക്ക് അറിയണമെങ്കിൽ അറിയാൻ പറ്റും. ചുമ്മാ കാണുന്നതല്ല, നമ്മൾ അതിനോ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ അറിയും. നമ്മുടെയൊക്കെ രാജാംശമാണ് ഉപബോധ മനസ്സ്. എന്നിട്ട് നാം അതിനെ ഭൃത്യനാക്കുക ചെയ്യണത്, അല്ലേ? അടിമയാക്കി വെച്ചിരിക്കുകയാണ്. അത് പ്രതിഷേധം രേഖപ്പെടുത്താറൊക്കെ ഉണ്ട്, നമ്മളത് അറിയണില്ല. എന്നാൽ സഹജമായ അന്ധതയോടെ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നാം ആ പ്രതിഷേധത്തെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. അതിനെ നമ്മൾ ബോധപൂർവം അങ്ങോട്ട് അവഗണിക്കുക ചെയ്യണം. മാത്രമല്ല ആ പ്രതിഷേധത്തിൻ്റെ പ്രകട രൂപങ്ങളെ രോഗങ്ങളായിട്ടും അല്ലെങ്കിൽ നാശങ്ങളായിട്ടൊക്കെ മനസ്സിലാക്കാൻ നമുക്കൊട്ട് കഴിയൂല. മനസ്സിലാവണുണ്ടോ? അത് പ്രതിഷേധം എങ്ങനെയൊക്കെ കാണിക്കണേ? അതിൻ്റെ പ്രതിഷേധ പ്രകട രൂപങ്ങളാണ് രോഗങ്ങളും നാശങ്ങളും. എന്നിട്ടോ നമ്മൾ ഇങ്ങനെ സങ്കടം പറഞ്ഞ്, പരാതി പറഞ്ഞ്, വിഷമിച്ച്, ബുദ്ധിമുട്ടി, ജീവിതത്തെ വെറുത്ത് മടുത്ത്, അല്ലെ, കൗൺസിലിങ്ങിന് പോയി, സൈക്കാട്രിയെ കണ്ട്, ഒരുപാട് മരുന്നുകൾ വാരിക്കഴിച്ച്, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി എന്തൊക്കെ ചെയ്ത് നോക്കാം,
മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഉപബോധ മനസ്സിന് എന്ത് കഴിയുമെന്നും എന്ത് കഴിയില്ല എന്നും മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ശ്രമിക്കണം. നേരത്തെ പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിൽ അസാധ്യമെന്ന് തോന്നുന്നത് സാധ്യമാക്കാൻ അതിന് കഴിയും. വ്യക്തവും കൃത്യവുമായി ചിന്തിക്കാനാണ് അതിന് കഴിയാത്തതെന്ന്. നാം നൽകുന്ന വെറും സൂചനകളിൽ നിന്ന് നാം ആവശ്യപ്പെടുന്നതെന്തും മനസ്സിലാക്കാൻ അതിന് കഴിയുകയില്ല. നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നതിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വ്യക്തമായ കൽപ്പനകൾ മാത്രമേ അതിന് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ വ്യക്തമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം കാര്യങ്ങൾ. അത്തരം ആവശ്യങ്ങൾ മാത്രമേ, അതൊരിക്കലും അങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊന്നും അത് അനുസരിക്കാതിരിക്കുകയുമില്ല. എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് തോന്നുന്ന വികാരം എത്ര ശക്തമായിരിക്കുന്നുവോ അത്രയും നേരത്തെ അത് സംഭവിക്കും. വെളുപ്പിന് 5 മണിക്ക് നിങ്ങളെ ഉണർത്തണമെന്ന് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് ആവശ്യപ്പെടുക. അങ്ങനെ വിചാരിക്കൂ. എനിക്ക് 5 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക്, എനിക്ക് 4 മണിക്ക് എണീക്കണം എന്ന് നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. കൃത്യമായിട്ട് നിങ്ങൾ ആ സമയത്ത് എണീറ്റിരിക്കും. 1 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്ക് കണക്ക് പഠിക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടി, ആ കുട്ടി ഗണിതശാസ്ത്രത്തിൽ പ്രതിഭയായിട്ട് വളർന്നു വരുന്നുവെന്ന് വൈദ്യശാസ്ത്രം സമ്മതിക്കുന്നുണ്ട് അല്ലേ? നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, അത് സമ്മതിച്ചു തരുന്ന കാര്യമാണ്. ഇത് ഉപബോധ മനസ്സിന്റെ ശക്തിക്ക് മറ്റൊരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. ഉപബോധ മനസ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വിവിധ നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും. ഇതിന് എന്താ പറയാന്നറിയോ? ഇതിനൊരു പേര് പറയുന്നുണ്ട്, ഓട്ടോ സജഷൻസ്. ഓട്ടോ സജഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അതിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കാൻ പറ്റും. അത് സ്വന്തം രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. താമസിയാതെ നിങ്ങളുടെ ആശയങ്ങളുടെയും പദ്ധതികളുടെയും ഒഴുക്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ ഭംഗിയായിട്ട് തെളിഞ്ഞങ്ങോട്ട് വരും. ഒട്ടും സമയം കളയാതെ നിങ്ങൾ ആ പരിഹാരമാർഗം എത്രയും പെട്ടെന്ന് ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ശരിക്കും പറഞ്ഞാൽ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞാൽ തീരില്ല. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെയാണ്, അതിരില്ലാണ്ട് അങ്ങനെ കിടക്കുകയാണ്, അതിരില്ലാത്തതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നിനും നിങ്ങൾ ഉത്തരവാദിയല്ലെന്ന് മറ്റു പലരെയും പോലെ നിങ്ങൾക്ക് അറിയാം അല്ലേ? പക്ഷേ നിങ്ങൾ ഉത്തരവാദിയാണെന്നതാണ് സത്യം. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണേ, ഞാൻ ഉത്തരവാദിയല്ല എന്ന്. പക്ഷെ നമ്മൾ തന്നെയാണ് ഉത്തരവാദി, അതാണ് സത്യം. ഉപബോധ മനസ്സിന് ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിൽ പലതിനെ കുറിച്ചും നിങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടിയേനെ. പലതിനും നിങ്ങൾ വളരെയേറെ സഹായിക്കപ്പെടുമായിരുന്നു, പല കാര്യങ്ങൾക്കും. അത് ചെയ്യരുതെന്ന് എന്തോ എന്നോട് മന്ത്രിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്തോ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ആദ്യം അങ്ങനെ തോന്നി. ആരോ എന്തോ എനിക്ക് എന്നോട് അങ്ങനെ പറഞ്ഞത്, അത് വേണ്ട. ആദ്യം നമ്മൾ പറയില്ലേ, മനസ്സ് നോ പറഞ്ഞു അല്ലെങ്കിൽ യെസ് പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ ഒരു തോന്നൽ പലപ്പോഴും നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ മന്ത്രിച്ചത് അത് നിങ്ങളുടെ ഉപബോധ മനസ്സായിരുന്നു. അതിന് നിങ്ങൾ എപ്പോഴും ചെവി കൊടുക്കണം. നിങ്ങളെപ്പോഴും അതിനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ശ്രദ്ധ വെക്കുന്നുവെങ്കിൽ അത്തരം നിയന്ത്രണങ്ങളെ നമുക്ക് നമ്മൾ ആ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുടെ മേൽ നമ്മൾക്ക് പ്രേരിതമായ തോന്നലുകളിൽ നിന്ന് നിങ്ങൾക്ക് വേർതിരിച്ചറിയാനാകും. പല കാര്യങ്ങളും പലതും വേർതിരിച്ചറിയാനാകും. അല്ല, ഭൂതകാലം കടന്നു പോയി കഴിഞ്ഞു കേട്ടോ, ഞാനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനേ സാധിക്കുള്ളൂ. ഭൂതകാലത്തിൽ സംഭവിച്ചത് ഒന്നിനെ കുറിച്ചിട്ടും നമ്മളിനി പറഞ്ഞ് ദുഃഖിച്ചിട്ടും അയ്യോ സങ്കടം പറഞ്ഞിട്ട് എന്തൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ നമ്മൾ സങ്കടപ്പെട്ടെന്ന് വെച്ചാൽ തന്നെ അത് ഈ ബ്രേക്കിൽ കാലമർത്തി പിടിച്ചുകൊണ്ട് കാർ ഓടിക്കണ പോലെ ആയിരിക്കും. ഉപബോധ മനസ്സിനെ ചോദ്യം ചെയ്യാതിരിക്കുക. അതിൻ്റെ കൽപ്പനകൾ ഒരു തരത്തിലുള്ള സംശയവും കൂടാതെ നമ്മൾ അനുസരിക്കുക. നിങ്ങളുടെ
ഈ സഹജബോധത്തെ അല്ലെങ്കിൽ ഈ ഉപബോധ മനസ്സിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നേടാനാവുന്നതിന് അളവില്ല. വിജയം നിങ്ങളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കെട്ടുപിടിക്കും. വിജയശ്രീ ലാളിതയാവുമ്പോൾ എല്ലാവരുടെയും പ്രശംസ പ്രതീക്ഷിക്കാണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അസൂയുള്ള ആൾക്കാർ നിങ്ങളുടെ വിജയത്തെ നിസ്സാരമായിട്ട് അങ്ങോട്ട് തള്ളിക്കളഞ്ഞെന്ന് വരാം. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, അതിനങ്ങോട്ട് വിട്ടേക്കുക. ആളുകൾ നിങ്ങളെക്കുറിച്ച് അസൂയപ്പെടാനും നിങ്ങളെ വിമർശിക്കാനും തുടങ്ങുമ്പോൾ അതാണ് നിങ്ങളുടെ വിജയത്തിനുള്ള ആദ്യത്തെ തെളിവ്. ജയസമാനത്തിന്റെ തലത്തിൽ നിന്ന് നിങ്ങൾ ഉയരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തം. കുറച്ചും കൂടെ ഭംഗിയായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ജയിച്ചു തുടങ്ങിയിരിക്കണോ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ മനോഹരമായ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നും പറയാം. ഒന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ, ഒന്നും ശ്രദ്ധിക്കാതെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ലോകത്തിന്റെ താക്കോൽ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളുടെ കൈകളിലുണ്ട്. ഉപബോധ മനസ്സിന്റെ നിയോഗങ്ങളെ അനുസരിക്കുക. അതുമാത്രം ചെയ്താൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് ഈ പ്രപഞ്ചം തരും, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ധ്യാനത്തിന്റെ ശക്തിയെ പറ്റിയിട്ടാണ് പറയുക. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടും കേട്ടും ഇരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, 400 സബ്ബായിട്ടുണ്ട്. അയ്യോ, ഭയങ്കര രസമാണ് കേട്ടോ. അതൊക്കെ പറയാണ്ടിരിക്കാൻ എങ്ങനെയാ പറ്റുക? ഒരുപാട് പുതിയ ആൾക്കാർ നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതൊക്കെ ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരിലേക്ക് ഇതൊക്കെ എത്തിക്കുക. എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹവും സന്തോഷമൊക്കെ ഒരിക്കൽ കൂടി അറിയിച്ചു കൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.